NSS കരയോഗം തളിക്കുളത്തിന്റെ നേതൃത്വത്തിൽ എക്സ് തൃപ്രയാർ ബ്രാഞ്ചിനുള്ള ധനസഹായം കൈമാറി. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് വി ഗോപാലകൃഷ്ണനിൽ നിന്നും എക്സ് സെക്രട്ടറി സന്തോഷ് മാടക്കായി ധനസഹായം ഏറ്റുവാങ്ങി. കരയോഗം പ്രസിഡന്റ് വി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ക്യാപ്റ്റൻ പി ശശിധരൻ നായർ, ട്രഷറർ സി സുധീർ, കമ്മിറ്റി അംഗങ്ങളായ എ കൃഷ്ണകുമാർ, വി മുകുന്ദൻ, മുരളീധരൻ PV, വനിതാ സമാജം പ്രസിഡന്റ് ടി നിർമ്മല, സെക്രട്ടറി ലതിക രവീന്ദ്രനാഥ്, മറ്റ് സമുദായ അംഗങ്ങളും എക്സ് ജോയിന്റ് സെക്രട്ടറി അഭയ് തൃപ്രയാർ, എക്സിക്യൂട്ടീവ് അംഗം MS സജീഷ് എന്നിവരും പങ്കെടുത്തു. സ്റ്റേഡിയത്തിൽ അവിടെ നമുക്കൊരു റൂം അനുവദിച്ച് കിട്ടി. അവിടെ നമ്മളൊരു ഫിസിയോതെറാപ്പി സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൗജന്യമായിട്ടാണ്. എന്നാലും ചെറിയ സംഭാവനകൾ കിട്ടിയാലും നമുക്ക് ആ ഡോക്ടർക്ക് കൊടുക്കാനുള്ള പൈസ ഉണ്ടാവുള്ളൂ. അപ്പോൾ കഴിയാവുന്ന ചിലവരും ചെയ്യുന്നുണ്ട്, എന്നാലും നമ്മുടെ ആ ഒരു എമൗണ്ട് എത്തുന്നില്ല. അപ്പോൾ അതിൻ്റെതായ കൊണ്ടൊരു ബാധ്യത ഞങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ആ സമയത്താണ് നിങ്ങളുടെ ഈ എളിയെന്നല്ല വലിയൊരു സഹായം ഞങ്ങൾക്ക് ലഭിച്ചത്. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിലും ഇനി ഒരു കൂടുതൽ സഹായങ്ങൾ ലഭിക്കാൻ സർവേശ്വരൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. എല്ലാവിധ പാവങ്ങളും ആരുടെയും സഹായമില്ലാതെ നിസ്സഹായരായി കിടക്കുന്ന ആൾക്കാരെ വാരിയെടുത്തുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ച് അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള സൽക്കർമ്മമാണ് ഈ എക്സ് തൃപ്രയാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃപ്രയാർ മാത്രമല്ല, എക്സിന് ഇപ്പോൾ 20 ശാഖകളായി കഴിഞ്ഞു. തൃശ്ശൂർ ജില്ലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ആക്സിഡൻറ്റ് കെയർ ട്രാൻസ്പോർട്ട് സർവീസ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. ഇപ്പോൾ എക്സ് സെക്രട്ടറി പറഞ്ഞ മാതിരി തൃപ്രയാർ ഒരു സൗജന്യ ഡയാലിസിസ് സെൻ്ററും കൂടി തുടങ്ങിയിട്ടുണ്ട്. ഫിസിയോതെറാപ്പി സെൻ്ററും കൂടി തുടങ്ങിയിട്ടുണ്ട്. അതിന് PSCക്കാർ സ്ഥലം സൗജന്യമായിട്ട് തന്നു. അതിന് വാടക കൊടുക്കണ്ട. പക്ഷേ എങ്കിലും അതിൻ്റെ ഉപകരണങ്ങൾക്കും ഡോക്ടർക്കും ടെക്നീഷ്യനും ഒക്കെ ശമ്പളം കൊടുക്കണം. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ചെലവ് കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ടാക്സ് നിൽക്കുന്നത്. ടാക്സിൻ്റെ പ്രവർത്തനത്തിന് തന്നെ ഒരു മാസം 50,000 രൂപയോളം ചിലവാണ്. അത് ഇതേമാതിരി സുമനസ്സുകളുടെ നിന്ന് ശേഖരിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ ഫിസിയോതെറാപ്പി സെൻ്ററിൻ്റെ ചുമതല കൂടി വഹിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. ഫിസിയോതെറാപ്പിയിൽ അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു ഫീസ് വയ്ക്കാമെന്ന് ഉദ്ദേശിച്ചിരുന്നു. ചെറുതായിട്ട് പല സ്ഥലത്തും 1,000-2,000 ഒക്കെ വാങ്ങുന്നുണ്ട്. 500 കൊടുത്താണ് ആണ് ഒരു 100 രൂപയെങ്കിലും വാങ്ങാമെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഹെഡ് ഓഫീസ് സമ്മതിച്ചില്ല. തികച്ചും സൗജന്യമായിട്ട് തന്നെ ചെയ്യണം.